ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും അഭിന ചന്ദ്രൻ്റെ ബുക്കിലേക്ക് സ്വാഗതം. ഒരിക്കൽ കൂടി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ദാറ്റ് ഓർ ദിസ് ഓർ ദാറ്റ് സെക്ഷനിലേക്കാണ് നമ്മൾ കടക്കുന്നത്. അപ്പോൾ ക്വസ്റ്റ്യനൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. 40 ക്വസ്റ്റ്യനൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതിലൊന്നും ഒരു കുറവുമില്ല. ഓക്കെ, അപ്പോൾ ഞാൻ പരമാവധി ഒരു വീഡിയോ ബോറടിപ്പിക്കാണ്ട് കൊണ്ടുപോകേണ്ടത് തന്നെയാണ് എൻ്റെ ഒരു ആഗ്രഹം. ഞാൻ കുറച്ച് എക്സ്പ്ലെയിൻ ഒക്കെ ചെയ്ത് പറയുമ്പോൾ അതിനൊരു ഗുമ്മുണ്ടാവും. അപ്പോൾ അങ്ങനെ നോക്കാമെന്ന് വെച്ചു. ബോറൊന്നും അടിക്കാതില്ല, ഞാൻ ഗ്യാരണ്ടി. ബോറടിച്ചവർ താഴെ കമൻറ്റ് ഇടുക. അപ്പോൾ കമൻറ്റൊന്നും ഉണ്ടാവത്തില്ല അവിടെ, കാരണം ഞാൻ ബോറടിപ്പിക്കത്തില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇരുന്ന് കാണാം. ഓക്കെ, സോ അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ അതിനായിട്ട് നല്ല ക്യൂട്ട് ബുക്കൊക്കെ പറഞ്ഞ് സെറ്റാക്കിയിട്ടുണ്ട്. എല്ലാം സെറ്റാക്കും. നോക്കൂ, വലിയ ബുക്കിനേക്കാളൊക്കെ ചെറുതായിട്ട് എല്ലാത്തിൻ്റെ ചെറിയ സംഭവങ്ങൾ കിട്ടും. നമുക്ക് ക്യൂട്ടായിട്ട് തോന്നിക്കില്ലേ എന്നാണ് തോന്നുന്നത്. അപ്പോൾ നമുക്ക് പറഞ്ഞ് ഞാൻ ബോറടിപ്പിക്കുന്നില്ല ഗൈസ്. നമുക്ക് നമ്മുടെ ഈ ഒരു വ്ളോഗിലേക്ക് കടക്കാം. അപ്പോൾ ദിസ് ഓർ ദാറ്റ് സെക്ഷൻ ഇവിടെ ആരംഭിക്കുകയാണ്. 2 എല്ലാം കിളി പോയിരിക്കുകയാണ്. 3, 2, 1, 0. ഓക്കെ, ഇൻസ്റ്റാഗ്രാം ഓർ യൂട്യൂബാണ് ഞാൻ പ്രിഫർ ചെയ്യുക. കാരണം വെച്ചാൽ ഇൻസ്റ്റ ഒക്കെ നമുക്ക് പോസ്റ്റ് ഇടാം, വീഡിയോസ്, സ്റ്റോറി, അതൊക്കെ ഓക്കെയാണ്. പക്ഷേ യൂട്യൂബ് വെച്ചാൽ നമുക്ക് വ്ളോഗ് ഇരുന്ന് കാണാം. ഇപ്പോൾ ബോൾ എടുക്കുന്ന സമയത്തേക്ക് വ്ളോഗൊക്കെ കാണാം. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കി. പിന്നെ എനിക്ക് യൂട്യൂബ് ചാനലുണ്ട്. അപ്പോൾ ഞാൻ യൂട്യൂബ് പറയും. ലിപ്സ്റ്റിക് ഓർ കാജലാണ് പറയുക. ലിപ്സ്റ്റിക്ക് വെച്ചാൽ എൻ്റെ ഒരു മൂഡ് അനുസരിച്ചിട്ടാണ് ഞാൻ ഇതൊക്കെ ഉപയോഗിക്കാറ്. ഞാനിപ്പം സ്കൂളിൽ പോകുമ്പം, കോളേജ് അങ്ങനെയൊക്കെ പോകുമ്പോൾ എനിക്ക് ഇഷ്ടമേ അല്ല ലിപ്സ്റ്റിക്ക്. അങ്ങനെ ഭയങ്കരമായിട്ട് ഒരുങ്ങി പോകാൻ എനിക്ക് ഇഷ്ടമല്ല. പക്ഷേ എനിക്ക് എന്തെങ്കിലും ഫങ്ഷൻ അങ്ങനെയൊക്കെ ആണെങ്കിൽ ഓക്കെ, ഒരു കഴിഞ്ഞ് ഞാൻ നോക്കും. പക്ഷെ നോക്കിയാൽ ഭയങ്കര നോക്കലായിരിക്കും. അതേ ഒരു പ്രശ്നമുള്ളൂ. നൈറ്റ് ഓർ മോർണിംഗ്? ഞാൻ മോർണിംഗ് ചൂസ് ചെയ്യും. നൈറ്റ് ഞാൻ പ്രത്യേകിച്ച് അങ്ങനെ എവിടെയും പോകാറില്ല, വീട്ടിലിരിക്കലാണ്. അപ്പോൾ ഒന്നും ചെയ്യാനുണ്ടാവില്ല. ഫോണും കുത്തി ആ ഒരു ഫോണിങ്ങനെ സ്ക്രോൾ ചെയ്ത് അങ്ങനെ നോക്കും, റീൽസൊക്കെ ആ ഒരു ഉണ്ടാവത്തുള്ളൂ. പക്ഷെ മോർണിംഗ് വെച്ച് നമുക്ക് എന്തൊക്കെയോ ചെയ്യാനുണ്ടാവും, അന്നങ്ങായിട്ടുണ്ടാവുമല്ലോ. സോ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഞാൻ മോർണിംഗ് പറയും. ആക്ഷൻ ഓർ ത്രില്ലർ? ചൂസ് ചെയ്യുന്നത് ത്രില്ലറായിരിക്കും. ആക്ഷനൊക്കെ നമുക്ക് ചിലതൊക്കെ കാണുമ്പോൾ തന്നെ ഇങ്ങനെയൊക്കെ അടിക്കാൻ പറ്റുമോ, ഇങ്ങനെയൊക്കെ പിടിച്ച് വലിച്ച് കാലൊക്കെ തറയിലിട്ട് ഇന്നത്തെ അലക്കുന്ന പോലെയൊക്കെ ആക്കാൻ പറ്റുമോ ഒക്കെ തോന്നും. അപ്പോൾ ഇത് ബോറടിപ്പിക്കും. കാണുമ്പോൾ റിയാലിറ്റി ഉണ്ടാകത്തില്ല. സിനിമ അങ്ങനെയൊക്കെയാണ്, പക്ഷേ അതൊക്കെ ഒരു കണക്ഷൻ വേണ്ടി. ഇങ്ങനെ നമ്മൾ കാണുന്നവർ പൊട്ടന്മാരൊന്നല്ലല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ ചില മൂവീസൊക്കെ തോന്നും. അപ്പോൾ അതുകൊണ്ട് എനിക്ക്. പക്ഷേ ത്രില്ലർ പറയുമ്പോൾ നമുക്ക് എക്സൈറ്റ്മെൻറ്റ് ഭയങ്കരമായിരിക്കും. നമുക്കത് എന്തെങ്ങനെയായിരിക്കും, ആ ഒരു ഇതിൽ അതെങ്ങനെ ആ ഒരു കഥ പോവലേ, അങ്ങനെയൊക്കെ ഒരു ക്യൂരിയോസിറ്റി നമുക്ക് ഉള്ളിൽ ഭയങ്കരമായിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ഫുള്ളത് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, തയ്യാറ്. ആ ഒരു സുഖം വേറൊരു ഇതാണ്. അതായത് ത്രില്ലറൊക്കെ വാച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് കണ്ടിങ്ങനെ ഇരിക്കാൻ തോന്നുന്നത് അങ്ങനെ. അപ്പോൾ ത്രില്ലർ ചൂസ് ചെയ്യും. ട്രെയിൻ ഓർ എയർപ്ലെയിൻ? ഡെഫിനറ്റ്ലി എയർപ്ലെയിൻ. കാരണം പറഞ്ഞല്ല, ട്രെയിനിൽ വെച്ച് നമുക്ക് എക്സ്പീരിയൻസ് ഉണ്ട് പോയിട്ട്. ചിലത് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ ഭയങ്കര ആഗ്രഹമുള്ളതുണ്ടാവുമല്ലോ. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഡെഫിനറ്റ്ലി എയർപ്ലെയിനാണ്. അപ്പം അങ്ങനെ ഒരു ദിവസം ഉണ്ടാവുമായിരിക്കും. അപ്പോൾ എയർപ്ലെയിൻ. ബുക്ക് ഓർ മ്യൂസിക്? ഡെഫിനറ്റ്ലി മ്യൂസിക്. സ്പോട്ടിഫൈ ഒക്കെ ഉണ്ട് ഫോണിൽ. അപ്പോൾ അതൊക്കെ തന്നെയാണ് പരിപാടി വേറെ. അതെ, അപ്പോൾ ബുക്ക് പറയുമ്പം പണ്ടൊക്കെ ഞാൻ ഭയങ്കരമായിട്ട് വായിക്കുമായിരുന്നു. അപ്പോൾ എന്തെങ്കിലും ബർത്ത്ഡേ ഗിഫ്റ്റൊക്കെ ആയിട്ട് അച്ഛനൊക്കെ എനിക്ക് കുറേ ബുക്കൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ എനിക്കിപ്പോൾ എൻ്റെ വീട്ടിൽ തന്നെ ഇപ്പോൾ 40 ആ ഒരു ഇതിലേക്ക് ബുക്ക് കളക്ഷൻസ് ഉണ്ട്. അപ്പോൾ പണ്ട് വായിക്കും. ഇപ്പോൾ വെച്ചാൽ ഓക്കെ, കോളേജിലൊക്കെ ലൈബ്രറിയിൽ നിന്നൊക്കെ എടുക്കും. അല്ലാണ്ട് ഭയങ്കരമായിട്ട് ഫോക്കസ്ഡ് ആയിട്ട് ഇന്ന ആഴ്ചത്തുള്ളിൽ ഇങ്ങനെ ഈ ബുക്ക് വായിച്ച് ഫുള്ളാക്കണം ആ ഇതിലേക്കൊന്നുമല്ല. ജസ്റ്റ് ഒന്ന് വായിക്കാൻ തോന്നും, അങ്ങനെ എടുക്കും എന്നല്ലേ ഉള്ളൂ. അങ്ങനെ ഒരു ഇതേ ഉള്ളൂ. ഇപ്പോൾ മ്യൂസിക്കായിട്ട് ഞാൻ പറയും. മ്യൂസിക് വെച്ചാൽ നമുക്ക് എവിടെയെങ്കിലും ട്രാവൽ ചെയ്യുമ്പോൾ ഒക്കെ ആയാലും ഭയങ്കരമായിട്ട് നമ്മൾ മൂഡൊക്കെ അനുസരിച്ച് നമുക്ക്
സെറ്റാക്കാൻ പറ്റുന്നതാണല്ലോ. അപ്പോൾ അങ്ങനെ മ്യൂസിക്. ഹൊറർ ഓർ കോമഡി രണ്ടും എനിക്കിഷ്ടമാണ്. പക്ഷെ ഞാൻ പറഞ്ഞു ത്രില്ലറിന് കുറച്ചും കൂടി ഞാൻ കുറച്ച് മുൻഗണന കൊടുക്കുന്നുണ്ട്. ഹൊററും അങ്ങനെ തന്നെയാണ് രാത്രിക്കൊക്കെ. പിന്നെ നമുക്ക് വെച്ചാൽ സിനിമ കാണണമെന്ന് വെച്ചാൽ കാണണ്ടേ വെച്ചാൽ കാണണ്ട. കോമഡി അല്ല പറഞ്ഞത്, ഹൊറർ മൂവീസൊക്കെയാണ്. ആരോ പറഞ്ഞിങ്ങനെ നിർബന്ധിപ്പിച്ച് ഇരിക്കുന്ന പോലെ ആയിരിക്കും നമ്മളൊരു ഇരുത്തം, അങ്ങനെ ഉണ്ടാവും. അതൊക്കെ അതിൻ്റെ ഒരു പ്രത്യേകതകളാണ്. അപ്പോൾ ഹൊററായിരിക്കും ചൂസ് ചെയ്യുക. ഫോട്ടോസ് ഓർ വീഡിയോസ്. ഫോട്ടോസാണ് ഞാൻ പൊതുവെ ക്ലിക്ക് ചെയ്യാറ് ഭയങ്കരമായിട്ട്. വീഡിയോസൊന്നും അങ്ങനെ ഇതാക്കാറില്ല. പിന്നെ യൂട്യൂബ് ഡെഫിനറ്റ്ലി യൂട്യൂബ് വീഡിയോസൊക്കെ ഇപ്പോൾ ആ ഒരു ഇതിൽ ഉണ്ട് എന്നല്ലാണ്ട് അധികം ഫോട്ടോസ് ഒക്കെ എടുക്കാനാണ് ഇഷ്ടം. പിന്നെ ഞാൻ ഈ പറയുന്ന ഭാഷ നിങ്ങൾക്ക് സെറ്റാവും നിങ്ങൾക്ക് അറിയില്ല, കാരണം ഞാൻ കണ്ണൂർക്കാരിയാണ്. ഐ ആം വെരി പ്രൗഡ് ഓഫ് ദാറ്റ്. അപ്പോൾ ഈ ഭാഷേൻ്റെ കാര്യത്തിൽ കുറച്ച് ചില വാക്കുകളൊക്കെ നിങ്ങൾക്കത് ഇതെൻ്റെ ഒരു ഭാഷ സഹകരിക്കുക ഒറ്റേ പറയുള്ളൂ. ഷോപ്പിംഗ് ഓൺലൈൻ, ഷോപ്പിംഗ് ഇൻ സ്റ്റോർ. ഷോപ്പിംഗ് ഇൻ സ്റ്റോർ ബിക്കോസ് എൻ്റെ കയ്യിൽ ഇപ്പം ഫോണിൽ ആമസോൺ ഉണ്ട്, മീഷോ ഉണ്ട്, എല്ലാ ആപ്സും ഉണ്ട്. പക്ഷേ ഞാൻ അതിനായിട്ട് മെനക്കെടാറില്ല. ഐ മീൻ അതിനായിട്ട് ഞാനൊരു ടൈപ്പ് അഡ്രസ്സ് അങ്ങനെ കൊടുക്കണം. ഇതുവരെ ഞാനൊന്നും അങ്ങനെ ഓൺലൈനിൽ ബുക്ക് ചെയ്തിട്ടില്ല. അതുകൊണ്ട് എനിക്ക് ഇപ്പോൾ കറൻ്റ്ലി എനിക്ക് അതിനോട് വലിയൊരു താല്പര്യമില്ല. ബട്ട് പിന്നെ ഇനി ഫ്യൂച്ചറൊക്കെ ഇങ്ങനെ ആയിരിക്കും നമുക്ക് അറിയത്തില്ല. അപ്പോൾ ഷോപ്പിംഗ് സ്റ്റോറായിട്ട് നമുക്ക് കുറച്ചും കൂടി ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും, നമുക്ക് കണ്ടുകൊണ്ട് നമുക്കത് സെലക്ട് ചെയ്യാനൊക്കെ ആയിട്ട്. അപ്പോൾ അതാണ് എനിക്കിഷ്ടം, ഷോപ്പിംഗ് സ്റ്റോർ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ആൻഡ്രോയിഡ് ഓർ ഐഫോൺ? ഡെഫിനറ്റ്ലി ഐഫോൺ. ഇപ്പോൾ എൻ്റെത് ആൻഡ്രോയിഡാണ്. പക്ഷെ നമുക്ക് ആരിപ്പം നിങ്ങൾക്ക് ഐഫോൺ തരാം എന്ന് പറഞ്ഞാൽ ആരും വേണ്ട എനിക്ക് ഫോൺ ആൻഡ്രോയിഡ് അങ്ങനെ ആരും അങ്ങനെ പറയത്തില്ലല്ലോ. ഭൂരിഭാഗം എന്നല്ല അങ്ങനെ പറയാൻ അതിനെക്കുറിച്ച് അറിയില്ലെന്ന് അങ്ങനെ പറയത്തില്ല. ഐഫോണിൻ്റെ വെച്ചാൽ നല്ല എനിക്ക് എന്തുകൊണ്ട് ഐഫോൺ വേണം അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വെച്ചാൽ ഞാൻ പറയുക വെച്ചാൽ ഫോട്ടോസ് വീഡിയോസ് എടുക്കാം എന്നുള്ള സംഭവമാണ്. ക്ലാരിറ്റി ഭയങ്കരമായിരിക്കും. അത് എനിക്ക് അതിനെക്കുറിച്ച് ഭയങ്കരമായിട്ട് അറിയത്തുള്ളൂ. അതിൻ്റെ ഡെഫിനറ്റ്ലി ഉണ്ടാവും ഓരോ സംഭവങ്ങളൊക്കെ, പക്ഷേ എനിക്കതേ അറിയത്തുള്ളൂ. അപ്പോൾ ഐഫോൺ. ഫോൺ കോൾ ഓർ ടെക്സ്റ്റ് മെസ്സേജ് പറയുകയാണെങ്കിൽ ഫോൺ കോൾ വെച്ചാൽ എനിക്ക് അത്രയും അറിയുന്ന ആൾക്കാരും എൻ്റെ ഫാമിലിയിൽ ഞാൻ അത്രയും 2-3 ക്ലോസ് ഫ്രണ്ട്സൊക്കെ ഉണ്ടാവും. അവരൊക്കെ എന്നെ വിളിക്കുന്നതും ഞാൻ അവരെ വിളിക്കുന്നത് എനിക്ക് ഓക്കെയാണ്. എനിക്ക് അങ്ങനെയാണെങ്കിൽ എനിക്ക് കോൾസ് തന്നെ ഇഷ്ടം. അങ്ങോട്ട് വിളിക്കാറുണ്ട്, ഇങ്ങോട്ട് വിളിക്കാറുണ്ട്, അങ്ങനെയൊക്കെ വീഡിയോ കോൾസൊക്കെ ഉണ്ടാവും. അതൊക്കെ എനിക്കിഷ്ടമാണ്. അല്ലാണ്ട് ഭയങ്കരമായിട്ട് നമുക്കൊരു കണക്ഷൻ ഇല്ലാത്തവരൊക്കെ അവർ വിളിക്കുമ്പോൾ എനിക്ക് ഇഷ്ടേ ഇല്ലാത്തൊരു സംഭവം കോൾസാണ്. ഞാൻ എടുക്കാറില്ല. ഐ ഡോണ്ട് നോ വൈ. ബട്ട് ചിലത് വെച്ചാൽ നമുക്ക് അങ്ങോട്ട് പറ്റാത്ത സാഹചര്യമായിരിക്കും, കോൾ എടുക്കാൻ പറ്റാത്ത സാഹചര്യമായിരിക്കും, അങ്ങനെ ഉണ്ടാവുക, അത് വേർക്കായിരിക്കും. അല്ലാണ്ട് വെച്ച് നോക്കുമ്പോൾ എൻ്റെ മനസ്സിനുള്ള എനിക്ക് അങ്ങനെ ഒരു അതെടുക്കാൻ വേണ്ട, എനിക്കിഷ്ടമില്ല. ആ ഒരു ഇതിലേക്ക് എനിക്ക് പോവും ഫോൺ കോൾസ്. പിന്നെ ടെക്സ്റ്റ് മെസ്സേജും എല്ലാവർക്കും ഡെഫിനറ്റ്ലി അറിയുന്നവർക്കൊക്കെ ടെക്സ്റ്റ് മെസ്സേജ് ഓക്കെയാണ്. അതാണ് അത് രണ്ടിൻ്റെയും ഒരു സംഭവം. പോയം ഓർ സ്റ്റോറി? സ്റ്റോറി ചൂസ് ചെയ്യും. പോയതിനേക്കാൾ നമുക്കിങ്ങനെ കേട്ടിരിക്കാനൊക്കെ സ്റ്റോറികൾ കുറേ സമയം ഉണ്ടാവുമല്ലോ. ആ ഒരു ഇതിൽ എനിക്ക് സ്റ്റോറിയാണ് ഇഷ്ടം, കേട്ടിരിക്കാൻ. പണ്ടൊക്കെ നമുക്ക് ക്ലാസ്സിലൊക്കെ ഇങ്ങനെ നേരത്തൊക്കെ ഇരുത്തിയിട്ട് ഇങ്ങനെ ടീച്ചറൊക്കെ ഇങ്ങനെ ഇത് ബുക്ക് എടുക്കും, ഓരോ ആഴ്ച അങ്ങനെ എന്തോ ആയിട്ടാണ് ബുക്ക് ഒരുക്കും. ഓരോ ആഴ്ച ഒരു ബുക്ക് വന്നിട്ട് ബുക്ക് എടുത്തിട്ട് ഇങ്ങനെ എല്ലാവർക്കും അങ്ങനെ കേൾപ്പിച്ച് തരും. ഐ മീൻ കേൾപ്പിച്ചിട്ട് മീൻസ് പറഞ്ഞു തരും. ഓക്കെ, കണ്ണൂർ ഭാഷയുടെ ഒരു ഇത് ഇടയ്ക്ക് വരിക അങ്ങനെ. ഷോർട്ട് ഹെയർ ഓർ ലോങ് ഹെയർ? അതും ഒരു വലിയൊരു കഥയാണ് കൂട്ടുകാരി. എനിക്ക് ലോങ് ഹെയർ ആയിരുന്നു, നല്ല തിക്കായിട്ട് നല്ല ബ്ലാക്ക് ലോങ് ഹെയർ ആയിരുന്നു. പക്ഷെ എന്തുകൊണ്ടോ ആ ഒരു പ്രായത്തിൻ്റെ ഒക്കെ ഒരു ഇതായിരിക്കാം ഞാനത് ഷോർട്ട് ഹെയർ വെച്ചാൽ ഷോർട്ട് ഹെയർ ആക്കി. എൻ്റെ 12ാം ക്ലാസ് സമയത്ത് ഷോർട്ട് ഹെയർ ആക്കി. പക്ഷെ എനിക്കൊരു കംഫോർട്ട്, നല്ലൊരു കാറ്റൊക്കെ കിട്ടും. ആ ഒരു സുഖത്തെ നോക്കുമ്പോൾ എനിക്ക് ഷോർട്ട് ഹെയറാണ് ഇഷ്ടം. പക്ഷെ ഇപ്പം ഇനി എന്തായാലും ഞാൻ മുറിക്കാൻ തയ്യാറത്തില്ല. എൻ്റെ വീട്ടിൽ നിന്നൊക്കെ ഒരുപാട് എന്നെ വഴക്ക് വന്ന ഒന്നായിരുന്നു അത്, മുടി മുറിച്ചത്. ഞാൻ ഭയങ്കര വാശി പിടിച്ചൊക്കെ സെറ്റാക്കി. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ കംഫോർട്ടൊക്കെ നോക്കുമ്പോൾ ഡെഫിനറ്റ്ലി ഷോർട്ട് ഹെയർ ആണ്. ബട്ട് എന്തോ ഇപ്പം എനിക്ക് ഇഷ്ടം ലോങ് ഹെയർ ആണ്. സോ ലോങ് ഹെയർ. സേവ് ചെയ്യുക ഓർ സ്പെൻഡ് ചെയ്യുക? സേവിങ്സ് ഇല്ല താനും, അതുകൊണ്ട് സ്പെൻഡ് ചെയ്യാനും അങ്ങനെ പൈസയൊന്നുമില്ല. അപ്പോൾ അതിനങ്ങനെ ഒരു പ്രസക്തി ഇപ്പോൾ ഇല്ല.
കോളേജ് ഓർ ഹൈസ്കൂൾ? എനിക്ക് അതിനെക്കുറിച്ച് പറഞ്ഞു വെച്ചാൽ എനിക്ക് കോളേജ് വെച്ചാൽ ഭയങ്കര, ഇപ്പം ഞാൻ കണ്ണൂർ ജില്ലയിൽ, ഞാൻ കോളേജിൻ്റെ പേര് പറയാം, പയ്യന്നൂർ കോളേജാണ്. നമ്മൾ ഫേമസ് ആയിട്ട് ഇപ്പോൾ ആർട്സിൻ്റെയും സ്പോർട്സും ഒക്കെ കാര്യത്തിലും പ്രോഗ്രാംസ്, എഡ്യൂക്കേഷൻ എല്ലാ തരത്തിലും ഫേമസ് എന്നുള്ള രീതിയിൽ ഉള്ളൊരു കോളേജാണ്, നല്ല രീതിയിൽ പോകുന്നൊരു കോളേജാണ്. നമുക്കറിയാം ഇപ്പം ഞങ്ങൾക്കൊരു മൂവി പറഞ്ഞാൽ ഭയങ്കരമായിട്ട് അത് ആ ഒരു സമയത്ത് ഭയങ്കര ഹിറ്റിൽ ഇങ്ങോട്ട് നിൽക്കുന്നൊരു, ഇങ്ങനെ എയറിൽ നിൽക്കുന്നൊരു സമയമായിരുന്നു. തട്ടത്തിൻ മറയത്ത് അതിൽ പറയുന്നത് പയ്യന്നൂർ കോളേജിൻ്റെ വരാന്തയിലൂടെ ഞാൻ ആഴ്ചയോടൊപ്പം നടന്നു എന്നാണെന്ന് തോന്നുന്നു. അപ്പോൾ ആ ഒരു കോളേജാണ് എൻ്റെ കോളേജ്. ഞാൻ ഫസ്റ്റ് ഓപ്ഷനൊക്കെ കൊടുത്ത് അവിടെ തന്നെ കിട്ടി, അങ്ങനെ സെറ്റായ ഒരു കോളേജാണ്. പക്ഷെ ഞാൻ മനസ്സിലാക്കിയോളം എനിക്ക് കോളേജ് ഇഷ്ടമല്ല. ഇറ്റ്സ് നോട്ട് അബൌട്ട് ആ ഒരു കോളേജ് ഇഷ്ടം അല്ലാതല്ല, ഇനി ഏത് കോളേജിൽ പോയാലും ഇതൊക്കെ ആയിരിക്കും അവസ്ഥ. പക്ഷേ സ്കൂള് ഭയങ്കര ഇഷ്ടമാണ്. കോളേജ് എനിക്കൊന്ന് കണക്ട് ചെയ്യാൻ പറ്റും, കാരണം എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സൊക്കെ വേറെ കോളേജിലൊക്കെയാണ്. അതൊക്കെ ഒരു കാരണമാണ്. നമുക്ക് ഭയങ്കരമായിട്ട് അങ്ങോട്ട് എൻജോയ് ചെയ്ത്, പക്ഷെ ഞാൻ പ്രോഗ്രാംസൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പങ്കെടുക്കും, അതൊന്നും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഭയങ്കരമായിട്ടൊരു എൻജോയ് ചെയ്ത് ആ ഒരു ഇതൊക്കെ എനിക്ക് എൻ്റെ അറിയത്തിൽ എനിക്ക് പറ്റുന്നില്ല, ആ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഡെഫിനറ്റ്ലി ഞാൻ കോളേജ് പറയത്തില്ല, സ്കൂളേ പറയത്തുള്ളൂ. ട്രാവലിംഗ് ഓർ സ്ലീപ്പിംഗ്? എനിക്കെപ്പോഴും വർക്ക് കിട്ടുന്ന ഒരു കാര്യമാണ്, ഇതിലിങ്ങനെ കിടന്നുറങ്ങണം. എനിക്ക് ഇത്ര ഉറങ്ങിയിട്ടും മതിയാവുന്നില്ല. പക്ഷേ എങ്കിൽ ഇപ്പം നാളെ ഒരു ട്രിപ്പ് ഉണ്ട് ഇവർക്ക്, ഓക്കെ, നാളെ രാവിലെ ഒരു ട്രിപ്പ് ഉണ്ട്, രാത്രിക്ക് വേണ്ടി എനിക്ക് ഉറക്കം പറഞ്ഞൊരു സാധനം ഉണ്ടാകില്ല. ഞാൻ അതും വിചാരിച്ചോ ട്രിപ്പ് പാക്ക് ചെയ്ത് അവിടെ എത്തുമ്പോൾ എന്തായിരിക്കും, ആ ഒരു ഇതിലൊക്കെ ആയിരിക്കും. അപ്പോൾ കമ്പാരിറ്റീവ്ലി ഡെഫിനറ്റ്ലി ട്രാവലിംഗ് ആണ്. എനിക്ക് അങ്ങോട്ട് എക്സ്പ്ലോർ ചെയ്യാൻ ഭയങ്കരമായിട്ട് ആഗ്രഹമുള്ളൊരു വ്യക്തിയാണ്. അപ്പോൾ അടുത്തുള്ള കുറച്ചൊരു സ്ഥലത്ത് പോയാൽ മതി, ഭയങ്കര ഹാപ്പി ആക്കും. ഞാൻ അതും വിചാരിച്ച് ആ ഒരു കാരണം വെച്ച് പോണ്ടേ, ആ ഒരു നിൽക്കുന്നൊരു വ്യക്തിയാണ് ഭയങ്കരമായിട്ട്. ഒരു ട്രാവലിംഗ് ആയിരിക്കും. പിന്നെ ബുക്കിൻ്റെ ഒരു ചെറിയ കവറിലൊക്കെ നല്ല സ്ഥലങ്ങളൊക്കെ ഉണ്ടാവും, അങ്ങനെ നമ്മൾ വീഡിയോ അങ്ങനെ കാണുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് സ്പാർക്ക് അടിക്കും. ഭയങ്കരമായിട്ട് ഒരു ബക്കറ്റ് ലിസ്റ്റ് ഉണ്ടാവില്ല ഒരാൾക്കും ഞാൻ പോകണം എന്നൊക്കെ, അതുള്ളൊരു വ്യക്തി തന്നെയാണ് ഞാൻ. എക്സ്പ്ലോർ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. മെസ്സി ഡെസ്ക് ഓർ ക്ലീൻ ഡെസ്ക്? ഇതിൻ്റെ ആൻസറിൻ്റെ സ്വഭാവമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. ഡെഫിനറ്റ്ലി മെസ്സി ഡെസ്ക്. നല്ല ക്വാളിറ്റി ആയിട്ട് പറയുന്നതല്ല കേട്ടോ, പക്ഷെ ട്രൂ ആയിട്ട് പറയണല്ലോ, അതാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ എത്രയൊക്കെ ഒരു ദിവസം ഇപ്പോൾ നല്ല വൃത്തിയാക്കി വെച്ചാലും നാളത്തേക്ക് അതിൻ്റെ അവസ്ഥ തളതിരിച്ചിട്ട പോലെ ആയിരിക്കും. അത് എനിക്ക് ഭയങ്കരമായിട്ട് കണ്ടിന്യൂ ആയിട്ട് അതിങ്ങനെ കൊണ്ടുപോകാൻ പറ്റത്തില്ല, അങ്ങനത്തെ ഒരു വ്യക്തിയാണ്. അപ്പോൾ അങ്ങനെ ഭയങ്കരമായിട്ട് അടക്കി ഒതുക്കി ആ ഇതിലേക്ക് വെക്കാൻ എനിക്ക് പറ്റത്തില്ല. മെസ്സി ഡെസ്ക്. ഇൻട്രോവേർട്ട് ഓർ എക്സ്ട്രോവേർട്ട്? ഇൻട്രോവേർട്ട്. ഞാനൊരു ഇൻട്രോവേർട്ടാണ് ഗൈസ്, എനിക്കങ്ങനെയാണ് തോന്നിയത്. എക്സ്ട്രോവേർട്ട് പറയുമ്പം എൻ്റെ ഒരു കംഫോർട്ട് പ്ലേസിൽ ഞാൻ ഭയങ്കരമായിട്ട് എക്സ്ട്രോവേർട്ട് ആയിരിക്കും, ബ്ലാ 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 ഞാനായിരിക്കും ഭയങ്കരമായിട്ട് അതിനായിട്ട് ഇനീഷ്യേറ്റീവ് എടുക്കുക, സംസാരിക്കുക. അല്ലാത്ത പക്ഷെ ഞാൻ ഭയങ്കരമായിട്ട് എല്ലാവരോടും എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹമില്ല. ഇനി പുതിയ ആൾക്കാർ കാണുമ്പോൾ അവരായിട്ടൊരു കണക്ഷൻ വേണം, അവർ ഭയങ്കരമായിട്ട് ഇൻട്രാക്ട് ചെയ്യണം, ആ ഒരിലേക്ക് എനിക്ക് ഒരൊറ്റ ആഗ്രഹമില്ല. ഞാൻ എൻ്റെ ഒരു സെറ്റാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഫാമിലി ആയാലും എൻ്റെ ഫ്രണ്ട്സ് ഇത്ര മതി ആ ഒരിലേക്ക് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഭയങ്കരമായിട്ട് അതിനായിട്ട് ശ്രമിക്കാറില്ല, അതുകൊണ്ട് ഇൻട്രോവേർട്ടാണ്. ഐസ്ക്രീം ഓർ ചോക്ലേറ്റ്? ഇത് ഞങ്ങൾക്കൊരു ഉത്തരം ജന്മത്തിൽ പറയാൻ കഴിയില്ല. എനിക്ക് ഐസ്ക്രീം, ചോക്ലേറ്റ്, കേക്ക്സിനൊക്കെ ക്രേവിങ്സാണ്. എനിക്ക് അതെനിക്ക് അൺസ്റ്റോപ്പബിളാണ്, അതവിടെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റത്തില്ല. അതിനോടുള്ളൊരു ഇത് ഞാൻ വീട്ടുകാരൊപ്പം പറഞ്ഞ സംഭവം അത്. എത്ര മുട്ടായി തിന്നാലും നോക്കുമ്പോൾ ഷുഗർ ഉണ്ടോ നോക്കണം, അങ്ങനെയൊക്കെ ആയിട്ട് ഐസ്ക്രീം, കേക്ക്സ്, അയ്യോ ഭയങ്കര ഇഷ്ടമാണ്, പെരുത്തി ഇഷ്ടം. ഹോം ഓർ സ്കൂൾ? ഹോം ഓർ കോളേജ് ആണെങ്കിൽ ഡെഫിനറ്റ്ലി ഹോം പറയും. ഹോമും സ്കൂളും വെച്ച് നോക്കുമ്പം വീട്ടിലേക്കാണ് നമ്മളിങ്ങനെ പ്രത്യേകിച്ച് ഇങ്ങനെ ടി വി കാണും ഓടിലായിരിക്കുമല്ലോ, പക്ഷെ എനിക്ക് വീടും ഇഷ്ടമാണ്. അത് വേർക്കും എവിടെ പോയാലും അതിപ്പം വട്ടവർ യു ഡു വെറവർ യു ഗോ, നമ്മളത് കഴിഞ്ഞ് വീട്ടിലേക്ക് വരുന്ന ആ ഒരു മൊമെൻറ്റ്സ് ഉണ്ടാവുമല്ലോ, ആ ഒരു ടൈം, അത് ഭയങ്കര സ്പെഷ്യലാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മളിപ്പോൾ കോളേജൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് ഇനി വീട്ടിൽ പോകാമല്ലോ ആ ഒരു ഇതിലിങ്ങനെ നിൽക്കുന്ന എല്ലാവരും അങ്ങനെ ആയിരിക്കുമല്ലോ, ആൾക്കാരങ്ങനെ ആയിരിക്കുമല്ലോ, ആ ഒരു ഫീലിങ് ദ ബെസ്റ്റ് ഫീലിംഗ് എവർ. സോ അപ്പോൾ ഹോമും സ്കൂളും വെച്ച് നോക്കും ഞാൻ സ്കൂൾ പറയും. അനശ്വര രാജൻ, മമിത ബൈജു? അനശ്വര രാജൻ പണ്ട് തൊട്ടേ
എനിക്ക് ഭയങ്കരമായിട്ട് സെൽഫിയൊക്കെ എടുക്കണം, ഫോട്ടോ ഒക്കെ എടുക്കണം എന്നുള്ള ആഗ്രഹം എനിക്ക് അനശ്വര രാജിനൊപ്പുറമാണ്. ഫസ്റ്റ് ഓഫ് ഓൾ അനശ്വര രാജൻ കണ്ണൂർക്കാരിയാണ്, പയ്യന്നൂർ കരിവള്ളൂരാണ്, അതൊക്കെ എനിക്കറിയാം. അപ്പം ഞാൻ കണ്ണൂർക്കാരാണ്. അപ്പോൾ ആ വിധത്തിലുള്ളൊരിത് എനിക്ക് ഭയങ്കരമായിട്ടുണ്ട്. ആ ഒരു നമ്മളെ നാട്ടിലുള്ളവർ, ഇപ്പം ഫുട്ബോൾ പ്ലെയർ ആണെങ്കിലും സിനിമ ആക്ടേഴ്സ് അവരിലാണെങ്കിലും നമ്മുടെ നാട്ടിലുള്ളവരെ എനിക്ക് ഒരു ഭയങ്കരമായിട്ട് എനിക്കൊരു ഇഷ്ടം ഉണ്ടാവലുണ്ട്. അങ്ങനെ അനശ്വര രാജൻ ഭയങ്കര ഇഷ്ടമാണ്. ഫുട്ബോൾ ഓർ ക്രിക്കറ്റ്? ഡെഫിനറ്റ്ലി ഫുട്ബോൾ. ഫുട്ബോൾ വെച്ചാൽ ഞാൻ ISL ഒക്കെ പണ്ടോട്ടേ കാണാറുണ്ട്, അടുത്തുള്ള ഗ്രൗണ്ടിൽ പോകാറുണ്ട് കളിക്കാൻ വേണ്ടിയിട്ടൊക്കെ. അപ്പോൾ അങ്ങനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഫുട്ബോൾ. ക്രിക്കറ്റിനെ കുറിച്ച് എനിക്ക് പ്രത്യേകിച്ച് അങ്ങനെ ഒന്നും എനിക്കൊരു അറിവില്ല. ബട്ട് ഫുട്ബോളിനെ കുറിച്ചും ആവശ്യത്തിന് എനിക്കൊരു ഉണ്ട്. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ പഴയ കോളേജിൽ വുമൻസ് ടീമുണ്ട്, മെൻസ് ടീമുണ്ട്. വുമൻസ് ടീമിൽ ഞാനുണ്ട്, പ്ലെയറാണ് അതിൽ. അപ്പോൾ ഭയങ്കരമായിട്ട് കളിക്കാൻ അറിയും ആ ഒരിതല്ല, പക്ഷെ നമ്മളൊരു ആഗ്രഹം കൊണ്ട് നമ്മൾ അവിടേക്ക് എത്തിപ്പെടുന്നു എന്നുള്ളൊരു സംഭവമാണ് അവിടെ വാസ്തവം. അപ്പോൾ അങ്ങനെ കോളേജ് ടീമിലുണ്ട്. ഇപ്പോൾ പ്രാക്ടീസൊക്കെ തുടങ്ങണത്ര, ഇതിപ്പം കുറച്ച് കഴിഞ്ഞ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. പിന്നെ ഞാൻ ഇവിടെ കോച്ചിങ്ങിന് പോയായിരുന്നു 1 year ആയിട്ട്. 1 year അങ്ങനെ പോയായിരുന്നു, പിന്നെ അവിടെ സ്റ്റോപ്പ് ചെയ്തു. അതെൻ്റെ ഒരു പ്രശ്നമാണ്. അതിൻ്റെ എനിക്ക് ഇഷ്ടമില്ലാത്തൊരു സ്വഭാവമാണ്. എനിക്ക് കണ്ടിന്യൂ ആയിട്ട് ഒരു ഇതെനിക്ക് കിട്ടത്തില്ല. അത് എനിക്ക് ഓവർകം ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്, ഞാൻ ശ്രമിക്കും. പിന്നുള്ളത് സ്വീറ്റ് ഓർ സ്പൈസി? ഡെഫിനറ്റ്ലി സ്വീറ്റ്. അതേ എനിക്ക് പറ്റത്തുള്ളൂ. ലുക്ക് വെച്ചിട്ട് ഒരാളെ വിലയിരുത്തുന്നതാണോ പേഴ്സണാലിറ്റി? അതൊരു പ്രാക്ടിക്കലായിട്ട് നമുക്ക് ചിന്തിച്ചാൽ മതി, അത്രയേ ഉള്ളൂ. പേഴ്സണാലിറ്റി തന്നെയാണ്. സ്നോ ഓർ റെയിൻ? റെയിൻ വെച്ചാൽ നമുക്ക് ഒപ്പം കിട്ടുന്നൊരു സംഭവമാണ്. ഇപ്പം പ്രത്യേകിച്ച് എനിക്കിപ്പം പണ്ടൊക്കെ ഭയങ്കര ഇഷ്ടം നമുക്കൊരു മഴ ഒക്കെയാണ്. പക്ഷെ ഇപ്പം എനിക്ക് നന്നായിട്ട് മഴ പെയ്യുമ്പോൾ ആ ഒരു സൗണ്ടൊക്കെ ആകുമ്പോൾ എനിക്ക് ഭയങ്കര പേടിയാണ്. സോ ഇഷ്ടമൊക്കെയാണ്. ഇപ്പോൾ നമുക്ക് പുറത്ത് മഴയത്തൊക്കെ കളിക്കാനൊക്കെ അതൊക്കെ ഇഷ്ടമാണ്. പക്ഷെ ഭയങ്കര ശക്തമായിട്ടുള്ള മഴയൊക്കെ പെയ്യുമ്പോൾ ഭയങ്കര പേടിയാണ്. പിന്നെ സ്നോ പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു ആഗ്രഹം ഉണ്ടാവില്ല, നമ്മൾ ഹിമാലയത്തിൽ പോകണം അങ്ങനെയൊക്കെ ഒരു ആഗ്രഹമുള്ളതായിട്ട് അങ്ങനെ ഉണ്ടാവണമെന്നില്ലല്ലോ. അപ്പോൾ ഡെഫിനറ്റ്ലി സ്നോ ഞാൻ ചൂസ് ചെയ്യും. അതൊക്കെ ഒരു ആഗ്രഹമാണ്. ഡോഗ് ഓർ കാറ്റ്? രണ്ടും എനിക്ക് പ്രിയപ്പെട്ടതാണ്. കാരണം എൻ്റെ അടുത്ത് പൂച്ച ഉണ്ടായിരുന്നു പണ്ട് വെച്ചാൽ, അത് ഓന്ന് വെച്ചാൽ ഒപ്പം രാത്രി കിടക്കുമ്പം എൻ്റെ കാലിൻ്റെ അവിടെ വന്ന് കിടക്കും. ബോയാണ്, ഉമ്മണി എന്നാണ് പേര്. നമുക്കറിയാം ഉമ്മണി പറയുമ്പോൾ ഒരു ഫീമെയിൽ ഒരു നെയിമായിട്ടില്ല തോന്നുന്നു. അപ്പോൾ ഇവനെ വെച്ചാൽ ഒരു ദിവസം ഇപ്പോൾ ഇതൊക്കെ പോയാലും പിറ്റേ ദിവസമായിട്ട് എങ്ങനെ കറ്റും വീട്ടിൽ വരാണ്ട്. ഒരു ദിവസം ഇങ്ങനെ പോയിട്ടോ വന്നിട്ടില്ല. അന്ന് ഭയങ്കര വിഷമമായിരുന്നു. പക്ഷെ നമുക്ക് ഉറങ്ങാനും കഴിയില്ല. അതൊക്കെ കുറേ വർഷം മുമ്പാണ്. സോ അപ്പോൾ അച്ഛനൊക്കെ ഇങ്ങനെ തമാശക്ക് പറയും വെച്ചാൽ അത് ബോയിയാണല്ലോ. അപ്പോൾ അവൻ്റെ പേര് ഉമ്മണി, ഒരു പെണ്ണിൻ്റെ പേരായതുകൊണ്ട് ഓണെന്നെ ഒരു ഇഷ്ടമില്ലാത്തതുകൊണ്ട് അങ്ങനെ ഇറങ്ങിപ്പോയതായിരിക്കും. പിന്നെ ഒരു ആണിനെ പെണ്ണാക്കി ആ ഒരു ഇതിലൊക്കെ തമാശയൊക്കെ ആയിട്ട് പറയും. അങ്ങനെ ഭയങ്കര ഇഷ്ടമായിരുന്നു ഉമ്മണി. സോ പക്ഷെ ഇപ്പം എൻ്റെ അടുത്തുള്ള വെച്ചാൽ ഡോഗാണ്. എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ടാണ്, മിലോ എന്നാണ് പേര്. എൻ്റെ ബ്രീഡ് പോയിട്ട് ചിപ്പി പറയാണ്, വേട്ടനായിയാണ്. അപ്പോൾ അങ്ങനെ ഒരു ഉത്തരമാണ് നമുക്ക് വേണമല്ലോ. അങ്ങനെ ഒന്ന് സെലക്ട് ചെയ്യാൻ പറയുമ്പോൾ ഡെഫിനറ്റ്ലി ഞാൻ ഇപ്പോൾ എൻ്റെ കറൻ്റ്ലി എൻ്റെ എത്ര ഉള്ള ഒരാൾ വെച്ച് നോക്കുമ്പോൾ ഞാൻ ഡോഗ് പറയും. മ്യൂസിക് ഓർ ഡാൻസ്? ഡാൻസ് പറയാനാണ് എനിക്ക് താല്പര്യം. മ്യൂസിക്കൊക്കെയാണ് ഇപ്പം നമ്മൾ ട്രാവലൊക്കെ ചെയ്യുമ്പോൾ അല്ലാണ്ടൊക്കെ ആയിട്ട് നമ്മളൊരു മൂഡ് വെച്ചിട്ടൊക്കെ നമുക്ക് സെലക്റ്റാക്കാൻ കഴിയും. പക്ഷേ ഡാൻസ് നമുക്ക് കമ്പാരിറ്റീവ്ലി ഭയങ്കരമായിട്ടൊരു ഇഷ്ടം. ഞാൻ ഡാൻസൊക്കെ പഠിക്കാൻ പോയിട്ടുണ്ടായിരുന്നു പണ്ടൊക്കെ. അപ്പോൾ അതിൻ്റെയൊക്കെ എടുത്ത് വെച്ച് നോക്കുമ്പോൾ ഡാൻസ്. സയൻസ് ഓർ മാത്സ്? ഇതാണ് എൻ്റെ എക്സ്പ്രഷൻ. പക്ഷെ കമ്പാരിറ്റീവ്ലി ഞാൻ സയൻസ് പറയും. പിന്നെ എനിക്ക് കണക്കായിരുന്നു വട്ടപ്പൂച്ച. ഇത് പണ്ടോട്ടിയ ഒരു ചിന്തയുണ്ട് വെച്ചാൽ 10ാം ക്ലാസ്സിലൊക്കെ എനിക്ക് കുറവുള്ളൊരു വിഷയം പറയുമ്പോൾ മാത്സ് ആയിരുന്നു. ബാക്കിയുള്ളതൊക്കെ നല്ല രീതിയിൽ മാർക്ക് ഉണ്ടായിരുന്നു. അപ്പം പണ്ട് ഇഷ്ടമൊക്കെ വെച്ചാൽ അതിനായിട്ട് സൊല്യൂഷൻ കൊടുക്കാണ്ട് കണക്കെനിക്ക് ഇഷ്ടമല്ല, കണക്കെനിക്ക് പറ്റില്ല, ആ ഒരു ധാരണ നമ്മൾ സെറ്റ് ചെയ്താൽ പിന്നെ നമുക്കത് എത്ര നോക്കിയാലും പറ്റില്ല. അതൊരു സത്യാവസ്ഥയാണ്. പണ്ടുള്ളത് അങ്ങനെ ബോധമില്ല, അങ്ങനെ മാറ്റി ചിന്തിക്കാൻ നമുക്ക്. പക്ഷെ ഇപ്പോൾ അത് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് കണക്ക് ഇഷ്ടമില്ല. പിന്നെ സയൻസ് നോക്കുമ്പോൾ ബയോളജി എനിക്ക് ഓക്കെയാണ്. കെമിസ്ട്രിയും ഫിസിക്സും ഒന്നും എനിക്കങ്ങോട്ട് മാർക്ക് ഉണ്ടാവും. പക്ഷെ ഒരു ഭയങ്കര ഇഷ്ടത്തോടെയൊക്കെ പഠിക്കാനൊക്കെ നോക്കുമ്പോൾ എനിക്ക് രണ്ടും കണക്കാണ്. പക്ഷെ സയൻസ് പറയും. ബീച്ച് ഓർ മൗണ്ടെയിൻ? ഇത് വെച്ച് നോക്കുമ്പോൾ
ബീച്ചാണ്, എക്സ്പീരിയൻസ് ഉള്ളത് ബീച്ചാണ് പോയിട്ടൊക്കെ. മൗണ്ടൻ പറയുമ്പോൾ എനിക്കിങ്ങനെ അഡ്വഞ്ചർ ട്രിപ്പൊക്കെ ഭയങ്കരമായിട്ട് ഇനി പോകണം എന്ന് ആഗ്രഹം അങ്ങനെയൊക്കെയുള്ള ഉണ്ട്. പക്ഷേ ഇതുവരെ സാധിച്ചിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഒരു സാധിക്കാത്തത് കൊണ്ട് അത് എക്സ്പീരിയൻസ് ചെയ്യണമെന്നുള്ളൊരു ആഗ്രഹമുള്ളത് കൊണ്ടും മൗണ്ടെയിൻസ് പറയും. ടോം ആൻഡ് ജെറി, ഡോറയുടെ പ്രയാണം. ടോം ആൻഡ് ജെറി ഞാൻ പണ്ട് അങ്ങനെ കാണാറ്. ഐ തിങ്ക് അച്ഛൻ ലാപ്ടോപ്പൊക്കെ ഉണ്ടാകുന്ന സമയത്തൊക്കെ പണ്ടൊക്കെ കണ്ടിരുന്നു. അല്ലാണ്ട് പിന്നെ കുറച്ച് വീഡിയോസൊക്കെ മുന്നേ കാണും, അല്ലാണ്ട് ഭയങ്കരമായിട്ട് ഇരുന്ന് അങ്ങനെ ഒരു കാണലൊന്നുമില്ല. പക്ഷെ ഡോറയുടെ പ്രയാണം ഇപ്പോഴും കാണുന്നതാണ്. അത് നമുക്കൊരു വിഷയമല്ല. കുറുനരി മോഷ്ടിക്കരുത്, കുറുനരി മോഷ്ടിക്കരുത്, കുറുനരി മോഷ്ടിക്കേ ചെയ്യരുത്. എന്ത്, ഞാൻ മോഷ്ടിച്ചെന്നു? അതൊക്കെ ഉണ്ടാവും, ഡയലോഗൊക്കെ വരണം. അപ്പോൾ എനിക്ക് ഭയങ്കര എനിക്ക് അങ്ങനെ വെച്ചാൽ കാർട്ടൂൺസൊക്കെ ഇപ്പോൾ ഡോറയുടെ പ്രയാണം എടുത്താൽ തന്നെ അങ്ങനത്തെ സ്ഥലമൊക്കെ ഇല്ല, നല്ല ഭയങ്കര പച്ചപ്പുള്ള സ്ഥലം, അങ്ങനത്തെ പാലം, അങ്ങനത്തെ വഴികൾ, എനിക്കറിയത്തില്ല, ഭയങ്കരമായിട്ട് സ്പാർക്ക് അങ്ങനെയൊക്കെ ശരിക്കും ഉണ്ടെങ്കിൽ എന്നൊക്കെ ആഗ്രഹിക്കും, അങ്ങനെയൊക്കെ തോന്നാറുണ്ട്. അപ്പോൾ എനിക്ക് ഡോറയുടെ പ്രയാണം പറയും. ടെക്സ്റ്റ് മെസ്സേജ് ഓർ ഓഡിയോ? എനിക്ക് കേൾക്കാനാണ് പിന്നെ ഇഷ്ടം. ടെക്സ്റ്റ് മെസ്സേജ് ചോദിച്ചാൽ അത്രയും അടുത്തുള്ളവരോട് ഡെഫിനറ്റ്ലി ഓഡിയോ ആയിരിക്കും. അങ്ങനെ ഓഡിയോ പറയും. ടെഡി ഓർ ടോയ്? ടോയ് പറയത്തില്ല, ടെഡി പറയും. കാരണം എനിക്ക് ഇങ്ങനെ ഇത് പിടിക്കാൻ ഇത് കിട്ടണം. ടോയ് പറയുമ്പോൾ ഞങ്ങൾക്ക് ചെറിയ നമുക്ക് സാധനമായിരിക്കും, അത് ഭയങ്കരമായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഇപ്പോൾ രാത്രിക്കൊക്കെ നമുക്കിങ്ങനെ ഹഗ് ചെയ്ത് കിടക്കാനൊക്കെ പറ്റുന്ന തരത്തിലുള്ളതാണ് എനിക്കിഷ്ടം. അപ്പോൾ ടെഡി. ഫാമിലി ഓർ ഫ്രണ്ട്സ്? ഫാമിലിയാണ്. വെച്ചാൽ ഫ്രണ്ട്സ് പറയുമ്പോൾ എനിക്ക് കുറേ ഫ്രണ്ട്സ് ഇല്ല, 2-3 ഫ്രണ്ട്സ്, ദാറ്റ്സ് ഇനഫ് ഫോർ മീ. അവരെൻ്റെ ഒരു ഫാമിലി പോലെ തന്നെയാണ്. അപ്പോൾ ഫാമിലി. ഹാപ്പി ഓർ സാഡ്? ചെറിയ കാര്യങ്ങളൊക്കെ എന്നെ ഭയങ്കരമായിട്ടും സന്തോഷവതിയാക്കും. ചെറിയ കാര്യം മതി. അതേപോലെ തന്നെയാണ് ചെറിയ കാര്യം മതി എന്നെ ഇമോഷണലി വീക്കാക്കണം. അതൊരു പ്രശ്നമാണ്, അത് ഓവർകം ചെയ്യണം. ഇത് വിഷമത്തിൻ്റെ പറഞ്ഞത് ഹാപ്പിനെസ്സിൻ്റെ നല്ല ക്വാളിറ്റിയാണ് ചെറിയ കാര്യങ്ങളൊക്കെ. ചിലരൊക്കെ വലിയ കാര്യങ്ങൾക്ക് വേണ്ടിയൊക്കെ അത് അന്നേരം മാത്രം സന്തോഷം ആ ഉള്ള കാര്യം. നമുക്ക് ചെറിയ കാര്യം മതി, ഹാപ്പിയാകും. സോ അങ്ങനെ. വാക്ക് സ്ലോ ഓർ വാക്ക് ഫാസ്റ്റ്? അങ്ങനെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞൊരു കാര്യം, എന്താണ് ഇങ്ങനെ ഒരു സ്പീഡ് എന്നൊക്കെ. ചില ഈ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ വേഗം ബസ്സൊക്കെ കയറി വീട്ടിലെത്താൻ വേണ്ടിയിട്ടുള്ളൊരു യാത്രയുണ്ട്. അപ്പോൾ ഇന്നലെ വീട്ടിലാണ് എനിക്ക് തോന്നുന്നത്, എനിക്ക് സ്പീഡ് നടന്ന് എനിക്ക് ശീലമായി. എനിക്ക് സ്ലോ ആയിട്ട് നടക്കാൻ എനിക്ക് അങ്ങനെ അറിയത്തില്ല. അത് എനിക്ക് സ്പീഡാണ് എനിക്ക് കുറച്ചും കൂടി സുഖം. ടോക്കിംഗ് ഓർ ലിസണിങ്? എൻ്റെ ഒരു ഞാൻ പറഞ്ഞു നല്ലൊരു കംഫോർട്ടാണല്ലേ. എൻ്റെ പ്രിയപ്പെട്ടവർ, അങ്ങനെ നമുക്ക് വേർഡ് മാറ്റം. പ്രിയപ്പെട്ട ഒരിടത്ത് ഭയങ്കരമായിട്ട് ഞാൻ ബ്ലാ അടിക്കും. അല്ലാത്ത പക്ഷം ഞാൻ ജസ്റ്റ് സംസാരിക്കുന്നതിനേക്കാൾ ജസ്റ്റായിട്ട് പറയുന്നത് കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി. പിന്നെ സഹൽ അബ്ദുൽ സമദ്, രാഹുൽ കെ പി, ഇത് ഫുട്ബോൾ പ്ലെയേഴ്സാണ്. അറിയാത്തവരുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ, അറിയാത്തവരായിട്ട് ഉണ്ടാവത്തില്ല, എന്നാലും ഞാനൊന്ന് പറഞ്ഞു, കുറച്ച് ആൾക്കാരും ഉണ്ടായി. ഞാൻ കട്ട സഹൽ അബ്ദുൽ സമദ് ഫാനാണ്. ഫസ്റ്റ് ഓഫ് ഓൾ സഹൽ അബ്ദുൽ സമദ് കണ്ണൂർ സ്വദേശിയാണ്, പയ്യന്നൂർ കൗവായിയാണ്. അതൊക്കെ എനിക്ക് ബൈ ഹാർട്ടാണ്. അപ്പം ഭയങ്കരമായിട്ടുള്ളൊരു ആഗ്രഹമാണ് എനിക്ക് കാണണം, സെൽഫി എടുക്കണം, സെൽഫിയോ ഫോട്ടോ എന്തെങ്കിലും, അതൊക്കെ ഭയങ്കര ഒരു ആഗ്രഹമാണ്. സോ എപ്പം ഒരു ദിവസം അതൊക്കെ നടക്കുമെന്നുള്ളതാണ്. അപ്പോൾ അതൊക്കെ കാണാൻ ഫുട്ബോൾ കാണാനും ഒക്കെ ആയിട്ട് ഭയങ്കര ഇഷ്ടമൊക്കെ ഉണ്ടായത്. കട്ട ഫാനാണ് സഹൽ അബ്ദുൽ സമദ്. അപ്പോൾ നിങ്ങൾ എന്നോട് മെസ്സിനെ കാണണോ റൊണാൾഡോനെ കാണണോ സഹൽ അബ്ദുൽ സമദിനെ കാണണോ വെച്ചാൽ ഞാൻ സഹൽ അബ്ദുൽ സമദ് പറഞ്ഞുള്ളൂ. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഭയങ്കരമായിട്ട് കണ്ടുവന്ന കളിയൊക്കെ ആ ഒരു പ്ലെയറിൻ്റെയാണ്. ഭയങ്കരമായിട്ട് വാച്ച് ഞാൻ മെസ്സിൻ്റെ കളിയോ റൊണാൾഡോയുടെ കളിയോ ഒന്നും അങ്ങനെ ഞാൻ ഭയങ്കരമായിട്ട് വാച്ച് ചെയ്യാറില്ല. ഞാൻ കേരള ബ്ലാസ്റ്റേഴ്സ് ISL അതിലേക്ക് ഇങ്ങനെ ചുരുങ്ങി നിൽക്കുന്നൊരു വ്യക്തിയാണ്. അപ്പോൾ അതുകൊണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്കത് ചെയ്തു കേട്ടോ, ഒന്ന് കാണാൻ പറ്റട്ടെ. ദിസ് ഓർ ദാറ്റ് സെക്ഷൻ ഇവിടെ എൻ്റെ ചെയ്തിരിക്കുന്നു. അപ്പം ഞാൻ വിചാരിക്കുന്നത് എനിക്ക് തോന്നുന്നില്ല ബോറടിച്ചിട്ടുണ്ടാവുമെന്ന് തോന്നുന്നില്ല. ബോറടിച്ചവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക, കമൻറ്റ് ബിലോ. ഉണ്ടാവില്ലായിരിക്കും. ബോറടിച്ചിട്ടില്ലെങ്കിൽ അതും കമൻറ്റ് ചെയ്യണേ. ഓക്കെ. അപ്പോൾ ഒറ്റയ്ക്ക് സംസാരിക്കുമ്പോൾ ഒരു സുഖം തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. അപ്പോൾ ഇനിയും നല്ല നല്ല വ്ളോഗായിട്ട് ഡെഫിനറ്റ്ലി ഞാൻ വരും. ഷുവർ.
സോ നമുക്ക് ഇനിയുള്ള വ്ളോഗിൽ കാണാം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ചെയ്യണം. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അഭിന ചന്ദ്രൻ്റെ ബുക്കാണ് യൂട്യൂബ് ചാനലിൻ്റെ പേര്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ. ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.